നമ്മുടെ ഇടപാട് ക്ലിയറാ. അതാ വിശ്വാസം. മുരുകൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമയാണ്. മുഹമ്മദ് റാവുത്തർ മാനേജറെ വിളിച്ചു പറഞ്ഞു. ആ മാർബിൾ ബിൽറ്റി ഈ കൊച്ചിന്റെ കൈ കൊടുക്കു ജബ്ബാറെ, കാശൊക്കെ പിന്നെ മതിയെന്നാ. ഓ. ജബ്ബാർ ഫയലിൽ നിന്ന് ബിൽറ്റി എടുത്തു കൊടുത്തു. മന്യ അപ്പൊ തന്നെ മേനക മാർബിൾസിലേക്ക് തിരിച്ചു. ലോറികൾ അവിടെ ചരക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്യ വണ്ടിക്കാരന്റെ ബിൽറ്റിയും മാർബിളിന്റെ ബിൽ കോപ്പിയും കിഷൻലാലിനെ ഏൽപ്പിച്ചു. വണ്ടി വാടക കിഴിച്ച് പണം തന്ന എനിക്ക് പോകാമായിരുന്നു. സ്ക്വയർ ഫീറ്റിന് അണക്കണ്ടേ? അതിന് ഞാൻ വെയിറ്റ് ചെയ്യണോ? അവൾ പരിഭവം നടിച്ച് കിഷൻലാലിനെ നോക്കി. അവളുടെ മാറിടം കിഷൻലാലിന്റെ കണ്ണുകളെ കോൾമയിർ കൊള്ളിച്ചു. അവൾ പറഞ്ഞു, അളവിൽ എന്തെങ്കിലും കുറവ് വന്നാ ബാപ്പയെ ഒന്ന് വിളിച്ചാ പോരെ? കുറവ് വരില്ല. ബിൽ കോപ്പി കൈ തന്നല്ലോ. എന്നാ വാ. കിഷൻലാൽ അവളെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പണം എണ്ണിക്കൊടുത്തു. വണ്ടി വാടക കിഴിച്ച് 3.25 ലക്ഷം രൂപ. മന്യ കാറിൽ കയറി ഓടിച്ചുപോയി. രാത്രി 9 മണി. മുഹമ്മദ് റാവുത്തർ മുരുകൻ ട്രാൻസ്പോർട്ടിലേക്ക് വിളിച്ചു. ഞാൻ റാവുത്തറാ. എന്താ മുതലാളി? നമ്മുടെ മാർബിൾ എത്തിയോ? മാർബിളോ? മുതലാളി എന്താ പറയുന്നേ? ഉറക്കപ്പിച്ചാണോ? മുരുകൻ ചിരിച്ചു. മുതലാളിയുടെ മാർബിൾ രാവിലെ സ്പോട്ടിൽ ഇറക്കിയല്ലോ. കാലി വണ്ടികൾ ഇപ്പോൾ അതിർത്തി കടന്നിട്ടുണ്ടാവും. മുഹമ്മദ് റാവുത്തർ കണ്ണുമിഴിച്ചു. പോക്കണംകേട് പറയരുത് ബലാലെ. എന്തിയാടോ തന്റെ ഓഫീസിലെ വീണ? ഇവിടെ വീണയും വയലിനും ഒന്നുമില്ല. എടോ, വീണ എന്ന പെണ്ണെന്തിയേ? പെണ്ണോ? അതെ, ഇവിടെ പെണ്ണുങ്ങൾ ജോലിക്കേ ഇല്ല. തർക്കം നീണ്ടു. ഒടുവിൽ മുരുകനും മുഹമ്മദ് റാവുത്തർക്കും കാര്യം മനസ്സിലായി. തങ്ങൾ രണ്ടാളെയും ഒരു പെൺകുട്ടി കബളിപ്പിച്ചിരിക്കുന്നു. വിഷയത്തിൽ കിഷൻലാലും ഉൾപ്പെട്ടു. പക്ഷെ അയാൾ തന്റെ ന്യായം ഉറപ്പിച്ചു. എന്റെ കയ്യിൽ രേഖയുണ്ട്. വണ്ടിക്കാരന്റെ 2 പേ റെസിപ്റ്റ്, ബിൽറ്റി, മാർബിളിന്റെ ബിൽ കോപ്പി. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് സൂക്ഷിക്കാനാണ്? വിഷയം സർക്കിൾ ഓഫീസിലേക്ക് നീണ്ടു. CI നരസിംഹന്റെ മുമ്പിൽ. നരസിംഹൻ 3 പേരുടെയും വാദം കേട്ടു. എന്നിട്ട് ഫയലിൽ നിന്ന് മന്യയുടെ പടമെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇവളാണോ കക്ഷി? ആദ്യം പറഞ്ഞത് കിഷൻലാലാണ്. അതെ, ഇവളാണ് ഷക്കീല. വീണ. മുഹമ്മദ് റാവുത്തർ പുലമ്പി. നരസിംഹം ചിരിച്ചു. ഇവൾ ഇതൊന്നുമല്ല. പിന്നെ? കിഷൻലാൽ. ഇവൾ ചിലപ്പോ മന്യ, അല്ലെങ്കിൽ റീത്ത. നിങ്ങളുടെ മുന്നിൽ ഷക്കീലയും വീണയും. ഇവളുടെ യഥാർത്ഥ പേരെന്താ? ആർക്കറിയാം? കിഷൻലാലും മുഹമ്മദ് റാവുത്തറും പരസ്പരം നോക്കി. നരസിംഹൻ ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പരാതി എഴുതി തന്നേക്ക്. അവളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എത്രാമത്തെ പരാതി അതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മുഹമ്മദ് റാവുത്തറും മുരുകനും ഓരോ പരാതി എഴുതി നൽകി. കിഷൻലാലിന് പരാതിയൊന്നും ഇല്ലായിരുന്നു. അയാളെ സംബന്ധിച്ച് നഷ്ടമൊന്നുമില്ല. അവർ പോയി കഴിഞ്ഞ നിമിഷം സ്റ്റേഷനിലെ ഫോൺ ശബ്ദിച്ചു. നരസിംഹൻ റിസീവർ എടുത്തു. യെസ് നരസിംഹൻ. ഹലോ ഡിയർ ചെക്ക. മന്യയുടെ സ്വരം. നരസിംഹന്റെ മുഖത്ത് നേർത്ത ഒരു മന്ദസ്മിതം. നീ മുഹമ്മദ് റാവുത്തർക്ക് പണി കൊടുത്തു അല്ലെ? ഒരു ചിന്ന പണി. മന്യ ചിരിച്ചു. അയാൾ ഒരു പന്നനാ ചക്ക. അയാൾ 6 മാസം സർക്കാരിനെ വെട്ടിക്കുന്ന പൈസയെ ഞാൻ റാഞ്ചിയുള്ളൂ. 3.25 ലക്ഷം. നക്കാപ്പിച്ച. 4 ഭാര്യമാരുണ്ട് അയാൾക്ക്. പിന്നെ 3-4 രഹസ്യ വീടുകൾ വേറെ. എല്ലാത്തിലും കൂടി മക്കൾ 17. അതിന് നിനക്കെന്ത് വേണം? എനിക്കൊന്നുമില്ല. ഒരു പണി കൊടുത്തു, അത്ര തന്നെ. നിനക്ക് വേണ്ടി പോലീസ് ജില്ല മുഴുവൻ വലവിരിച്ചിരിക്കുക. നിന്റെ വിളയാട്ടം ഇനി അധികം ഓടില്ല. ഈ നാട്ടിൽ മുഴുവൻ എന്റെ പടം കണ്ടു. മന്യ ചിരിച്ചു. മഹാ ബോറായി പോയി ആ പടം. ഞാൻ നല്ല ഒന്നാന്തരം പടം SP-ക്ക് അയച്ചു കൊടുക്കാമായിരുന്നല്ലോ. എന്റെ മുഴുവൻ ഗ്ലാമറും പോയി. നിന്നെ അവർ പൊക്കും. അപ്പോ ചെക്കനെ ഞാൻ പേടിക്കണ്ട. എന്റെ മുന്നിൽ വരരുത്. വന്നാൽ പൊക്കാതിരിക്കാൻ പറ്റുമോ? എന്നാ ചെക്കന്റെ മുന്നിൽ ഞാൻ വരും. എന്നെ പൊക്കാണ്ടൊക്കെ കപ്പാസിറ്റി ഉണ്ടോന്ന് എനിക്കറിയണം. ബെറ്റ്? വേണ്ട വേണ്ട, പോലീസ് ബുദ്ധി എന്റെ അടുത്ത് വേണ്ട. മന്യ ഉറക്കെ ചിരിച്ചു. ആ ചിരി നരസിംഹൻ ആസ്വദിച്ചു പോയി. നരസിംഹൻ ചോദിച്ചു, നിനക്ക് ഈ തട്ടിപ്പൊക്കെ എങ്ങനെ സാധിക്കുന്നു? ബ്രെയിനാണ് എന്റെ മൂലധനം. ഈ പണമൊക്കെ നീ എന്ത് ചെയ്യുന്നു? അടിച്ചു പൊളിക്കുന്നത് ഇഷ്ടാ. പൊടിച്ചു മാറുന്നു. അവൾ ഉറക്കെയുള്ള ചിരി തുടർന്ന് ഫോൺ വെച്ചു. റാവുത്തർ ഫർണിച്ചർ ഷോപ്പിൽ തട്ടിപ്പ് നടന്നത് അറിഞ്ഞതോടുകൂടി സത്യൻ കൂടുതൽ ദേഷ്യത്തിലായി.
എസ് പിയുടെ ശകാരം എല്ലാ കീഴുദ്യോഗസ്ഥരും കേൾക്കേണ്ടി വന്നു. അക്കൂട്ടത്തിൽ നരസിംഹനും കിട്ടി കുറെ തെറി. തന്റെയൊക്കെ മൂക്കിന് താഴെയാ ഇതൊക്കെ സംഭവിക്കുന്നത്. താനൊക്കെ എന്തിനാടോ ഈ യൂണിഫോം വലിച്ചു കയറ്റി നടക്കുന്നത്? പണി നിർത്തിയേച്ച് വല്ല സന്യാസത്തിനും പോടോ. അന്വേഷിക്കുന്നുണ്ട് സർ. അവളെ നേരിൽ കണ്ടിട്ടുള്ള ഒരേ ഒരു പോലീസ് ഓഫീസർ താനാണ്. താൻ വേണം ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കേണ്ടത്. അറിയാം സർ. ഓ, സത്യൻ ദേഷ്യത്തോടെ റിസീവർ വെച്ചു. അപ്പോൾ ഇന്റർകോം ശബ്ദിച്ചു. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഇപ്പൊ പറ്റില്ലെന്ന് പറ. സാറിനെ മിക്കവാറും കാണാൻ വരാറുള്ള പത്മനാണ്. കലാരൂപത്തിലെ പത്മലോചനൻ? അതെ, വരാൻ പറ. സത്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പത്മൻ. ഒന്നിച്ച് ഒരേ കോളേജിൽ പഠിച്ചവർ. പത്മൻ വാതിൽ തുറന്നു കയറി. പത്മന്റെ കണ്ണുകൾക്ക് ചുവപ്പ് നിറം, വിയർപ്പിൽ നനഞ്ഞ ജുബ്ബ. മുറിയിൽ മദ്യത്തിന്റെ ഗന്ധം പരന്നു. പത്മൻ ചേർൻ വലിച്ച് തുണിസഞ്ചി മടിയിൽ വെച്ചുകൊണ്ടിരുന്നു. താൻ അല്പം ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. തന്നെ കാണണമെന്ന് പറഞ്ഞപ്പോ അപ്പുറത്തെ കാക്കിക്ക് അനുവാദം ചോദിക്കാൻ ഒരു മടി. സത്യൻ ചെയറിലേക്ക് ചാന്നു. പത്മനെ കണ്ടപ്പോൾ അയാളുടെ പിരിമുറുക്കം അല്പം ശമിച്ചിരുന്നു. തന്നെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പത്മൻ തുണിസഞ്ചിയിൽ നിന്ന് ഒരു പൈന്റ് കയ്യിലെടുത്തു. ഇതിൽ കഷ്ടിച്ചൊരു സ്മോളേ ഉള്ളൂ. ഇന്നത്തെ നീണ്ട ദിവസത്തേക്ക് ഇത് തികയില്ല. ഒരു 100 മണീസ് വേണം. പത്മൻ കുപ്പിയിൽ ശേഷിച്ച മദ്യം വായിലേക്ക് ഒഴിച്ചു. ഇത് SP ഓഫീസാണ്. മണ്ണാങ്കട്ട. പത്മൻ ചെറു തുടച്ചു. കാലിക്കുപ്പി തുണിസഞ്ചിയിൽ തിരികി. കാശെടുക്ക് സഹോദര. സത്യൻ പേഴ്സിൽ നിന്ന് 100 രൂപ എടുത്തു കൊടുത്തു. താങ്ക് യു, കയ്യിൽ കിട്ടുമ്പോ തരാം. എഴുന്നേൽക്കുകയാണ് പത്മൻ. അതിനിടയിൽ ചോദിച്ചു, എന്താ സുഹൃത്തിന്റെ ദേഷ്യത്തിന് കാരണം? ഒരു പെണ്ണ്. പെണ്ണാണല്ലോ പ്രപഞ്ചത്തിലെ സർവ പ്രശ്നത്തിന്റെയും കാരണം. തനിക്ക് പ്രശ്നമുണ്ടാക്കിയ ചരക്കേതാ പറ. മഞ്ഞ എന്നൊരു സാധനം. ഓ, മനസ്സിലായി. പത്മൻ ചിരിച്ചു. ചാൾസ് ഔബീസ്, നമ്മുടെ തേവലക്കാട് തമ്പുരാന്റെ മകളുടെ രത്നമോതിരം കൊണ്ട് മുങ്ങിക്കളഞ്ഞവൾ. അതെ, അവളെ വിട്ടുകള സത്യ. വിടാനോ? സത്യൻ ചെറികൊട്ടി. അതെ, വിട്ടുകള. അവളെ നിനക്ക് തൊടാൻ കഴിയില്ല. ഒരിക്കലും തൊടാൻ കഴിയില്ല. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാം. എനിക്ക് മാത്രമേ അറിയൂ. അവളുടെ തലയ്ക്ക് മുകളിൽ ദൈവത്തിന്റെ കൈത്തലമുണ്ട്. അവളുടെ ഹൃദയത്തിനു മേലെ 3 ആത്മാക്കളുടെ കയ്യൊപ്പുണ്ട്. വിട്ടുകള സത്യ. നിനക്ക് അവളെ തൊടാൻ കഴിയില്ല. സത്യന്റെ നെറ്റി ചൊളിഞ്ഞു. അയാൾ മുന്നോട്ടാഞ്ഞു. പത്മന്റെ മുഖത്ത് സത്യന്റെ മിഴികൾ തറഞ്ഞു. പത്മൻ ഇരിക്കൂ. പത്മന് എന്തൊക്കെയോ അറിയാമെന്ന് സത്യന് തോന്നി. എനിക്ക് അടുത്ത ട്രിപ്പ് എടുക്കാൻ നേരമായി. പരിഹാരമുണ്ടാക്കാം. താൻ ഇരിക്കെ. ഉറപ്പാണോ? ഓ. പത്മൻ ഇരുന്നു. സത്യം പറഞ്ഞു. തനിക്ക് ആ പെണ്ണിനെ പറ്റി എന്തൊക്കെയോ അറിയാം. അത് തന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പത്മന് അറിയാവുന്നതൊക്കെ പറയണം. പ്ലീസ് പറയൂ പത്മ. കേട്ടിട്ട് വലിയ പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്. സാരമില്ല, പറയൂ. അവളുടെ യഥാർത്ഥ പേരെന്താണെന്ന് ട്രേസ് ചെയ്യാൻ പോലും നിങ്ങൾ പോലീസുകാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവളുടെ പേര് മന്യ എന്നല്ല. പിന്നെ? അവളുടെ യഥാർത്ഥ പേര് സൂര്യ എന്നാണ്. സൂര്യ S. വിഷ്ണുകുമാർ. സത്യൻ കണ്ണുകൾ മെഴിച്ചു. പത്മൻ തുടർന്നു. SSLCക്ക് ഫസ്റ്റ് റാങ്ക്, പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പിൽ 2ാം റാങ്ക്, BSCക്ക് ഫസ്റ്റ് റാങ്ക്, MBBS എൻട്രൻസിന് 1ാം റാങ്ക്. അവൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പറയൂ. ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ട സത്യന് പെട്ടെന്ന് അവളെ മനസ്സിലാകും. ഞെട്ടരുത്. പറയൂ പത്മ. DIG വിഷ്ണുകുമാർ IASന്റെ മകൾ. ഞെട്ടാതിരിക്കാൻ കഴിഞ്ഞില്ല സത്യന്. വിഷ്ണുകുമാർ IAS സൂയിസൈഡ് ചെയ്ത വിഷ്ണുകുമാർ സാറിന്റെ മകളാണോ? അതെ. പത്മൻ ചിരിച്ചു. നാട്ടുകാർക്ക് അത്രയുമേ അറിയൂ. DIG വിഷ്ണുകുമാറും കുടുംബവും ആത്മഹത്യ ചെയ്തു. അന്നത്തെ ആ ദുരന്തത്തിൽ മരിച്ചത് വിഷ്ണുകുമാറും ഭാര്യ സരോജിനിയും മകൻ ശിവ S. കുമാറും. ഒരു കൂട്ട ആത്മഹത്യ. അതിൽ നിന്ന് സൂര്യ രക്ഷപ്പെട്ടു. എനിക്കറിയാം, സത്യം പറഞ്ഞു. കുടുംബത്തിലെ ദുരന്തമറിഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലെത്തിയ അവൾ കാണുന്നത് വീടിന്റെ സ്വീകരണ മുറിയിൽ കീറി മുറിച്ച് തുന്നി തയ്ച്ച വെള്ള പുതുപ്പിച്ച് കിടത്തിയിരിക്കുന്ന 3 മൃതദേഹങ്ങളാണ്. ആ പെണ്ണിന്റെ കരച്ചിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്ര ഹൃദയഭേദകമായിരുന്നു.
കടം കയറി മുടിഞ്ഞപ്പോ വിഷ്ണുകുമാർ ചെയ്തു പോയതാണ്. ആര് പറഞ്ഞു? പത്മൻ സ്വരമുയർത്തി. ആര് പറഞ്ഞു കടമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചതെന്ന്? നെവർ, ഒരിക്കലുമല്ല. പിന്നെ വിഷ്ണുകുമാർ സാറിന്റെ ഡയറിയുടെ കോപ്പികൾ ഇപ്പോഴും കലാരൂപം പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററുടെ മേശയ്ക്കുള്ളിൽ ഉണ്ടാവും. അതുപോലെ മലയാളത്തിലെ എല്ലാ പത്രങ്ങളുടെയും രഹസ്യ അറകളിൽ സൂര്യ അയച്ചു കൊടുത്തതാണ്. പക്ഷേ ഒരു പത്രവും അത് വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതെന്താ? പണം. പത്മൻ സിറികൊട്ടി. ശത്രുക്കൾ പണം വാരി എറിഞ്ഞു. അവർ ആ വാർത്ത പുറത്തു പോകാതിരിക്കാൻ പണം കൊണ്ട് തുലാഭാരം നടത്തി. തെളിച്ചു പറയൂ പത്മ. പറയാം. പത്മൻ ഓരോന്നും സാവധാനത്തിൽ പറഞ്ഞു. വിഷ്ണുകുമാർ സത്യസന്ധനായ പോലീസ് ഓഫീസറായിരുന്നു. ജോലിയോടുള്ള ആത്മാർത്ഥത അയാളെ പടിപടിയായി ഉയർത്തി. വിജിലൻസ് DIG വരെയായി അദ്ദേഹം ഉയർന്നു. ഭാര്യ സരോജിനി കോളേജ് പ്രൊഫസറാണ്. മകൾ സൂര്യ മെഡിക്കൽ വിദ്യാർത്ഥിനി. ശിവ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഈ സമയത്താണ് ജലവൈദ്യുതി നിർമ്മാണം ഉൾപ്പെടുന്ന കല്ലുമല ഡാം തകർന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു തകർച്ച. ഒരു പ്രദേശം മുഴുവൻ ഒഴുകിപ്പോയി. നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ഏക്കർ കൃഷി നശിച്ചു. 100 വർഷത്തേക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന ഡാം തകർന്നത് ചില സാമൂഹ്യ പ്രവർത്തകരെ സംശയാലുവാക്കി. അവർ കോടതിയെ സമീപിച്ചു. കോടതി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സത്യസന്ധനായ പോലീസ് ഓഫീസർ എന്ന സൽപ്പേര് നേടിയിരുന്ന വിഷ്ണുകുമാർ ആ കേസ് അന്വേഷിക്കണമെന്നാണ് ജനം ആഗ്രഹിച്ചത്. പൊതുജന താല്പര്യം സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. DIG വിഷ്ണുകുമാറിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. തന്റെ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഗതികളാണ് അദ്ദേഹം കണ്ടെത്തിയത്. കല്ലുമല ഡാം തകർത്തു കളയുകയായിരുന്നു. ഇത് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് സംസ്ഥാന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ശിങ്കിടികളായ മന്ത്രിമാർ, സമുന്നതരായ പാർട്ടി നേതാക്കൾ ഉൾപ്പെടുന്ന റാക്കറ്റ്. കല്ലുമല ഡാം പുനർനിർമ്മിക്കാൻ ഒരു ഫ്രഞ്ച് കമ്പനിക്ക് അനുമതി കൊടുക്കാനാണ് ഉദ്ദേശം. 3000 കോടി രൂപ നിർമ്മാണ ചെലവ്. BOT അടിസ്ഥാനത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം 50 വർഷത്തേക്ക് കല്ലുമല ഡാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഈ ഫ്രഞ്ച് കമ്പനി വിൽക്കും. വൈദ്യുതിയുടെ താരിഫ് അവർ നിശ്ചയിക്കും. 50 വർഷത്തിന് ശേഷം മാത്രമേ കല്ലുമല ഡാം സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലാകൂ. ഈ കച്ചവടം മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനത്തെ വമ്പന്മാർക്ക് ലഭിക്കാൻ പോകുന്നത് 1000 കോടി രൂപയാണ്. ഈ ഞെട്ടിക്കുന്ന സത്യം വിഷ്ണുകുമാർ മനസ്സിലാക്കി. മുഖ്യമന്ത്രി അടക്കം പ്രതിക്കൂട്ടിൽ കയറുന്ന ഈ ഇടപാടിന്റെ യാഥാർത്ഥ്യം സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പത്രസമ്മേളനം നടത്താൻ വിഷ്ണുകുമാറിന് നിയമം അനുവദിക്കുമെന്നുമില്ല. റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കാനുമാവില്ല. റിപ്പോർട്ട് സർക്കാരിന് കൈമാറണമെന്നാണ് നിർദ്ദേശം. എന്നാൽ വിഷ്ണുകുമാർ പ്രതിപക്ഷ നേതാവിനെ കാണാൻ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഈ കുടിലത പ്രതിപക്ഷ നേതാവ് അറിയുന്നത് നല്ലതാണ്. അദ്ദേഹം റിപ്പോർട്ടിന്റെ ഒരു കോപ്പിയുമായി പ്രതിപക്ഷ നേതാവിനെ കാണാൻ ചെന്നു. സത്യാവസ്ഥ മുഴുവൻ ധരിപ്പിച്ചു. നിയമസഭയിൽ പ്രശ്നം കൊണ്ടുവരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അന്ന് തന്നെ വിഷ്ണുകുമാറിനെ DGP തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. കല്ലുമല ഇൻവെസ്റ്റിഗേഷൻ തീർന്നു അല്ലേ? ഉവ്വ്. അതിന്റെ റിപ്പോർട്ടുമായി പ്രതിപക്ഷ നേതാവിനെ കാണാൻ ചെന്നിരുന്നു. അതെ. വിഷ്ണുകുമാർ അമ്പരന്ന് പോയിരുന്നു. DGP ചിരിച്ചു. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞുവെന്നായിരിക്കും. കല്ലുമല ഡാമിന് പിന്നിൽ ചില വലിയ സ്റ്റെപ്പുകളുണ്ട്. അതൊക്കെ വിഷ്ണുകുമാർ സാവധാനത്തിൽ മനസ്സിലാക്കും. ഏതായാലും പ്രശ്നത്തിനൊന്നും പോകാതിരിക്കുകയാണ് താങ്കൾക്ക് നല്ലത്, DGP ഉപദേശിച്ചു. വിഷ്ണുകുമാർ വീട്ടിലേക്ക് തിരികെ പോന്നു. അന്ന് രാത്രി 9 മണി നേരം. വിഷ്ണുകുമാറിന്റെ വീടിന്റെ മുന്നിൽ ഒരു അംബാസിഡർ കാർ വന്നു നിന്നു. തൊട്ടു പിന്നാലെ വേറെയും കാറുകൾ. ആദ്യത്തെ കാറിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുഖ്യമന്ത്രി. വേറെയും ചിലരെ വിഷ്ണുകുമാർ കണ്ടു. ധനകാര്യമന്ത്രി അശോകൻ, ജലസേചന മന്ത്രി ഉത്തമക്കുറുപ്പ്, വൈദ്യുതി വകുപ്പ് മന്ത്രി ലോഹിതദാസ്. അവർ വിഷ്ണുകുമാറിന്റെ സ്വീകരണ മുറിയിലേക്ക് കയറി. മുഖ്യമന്ത്രി പീതാംബരന്റെ മുഖത്ത് പുഞ്ചിരിയാണ്. നമസ്കാരം DIG. നമസ്കാരം സർ. ഞങ്ങൾ ആഘോഷമായി DIGയെ കാണാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. താങ്കളെ പോലെ ഒരു ആദർശവാനെ എന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ ഇവിടേക്ക് പോന്നു. മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ പരിഹാസമാണ്. മറ്റു മന്ത്രിമാർ ചിരിച്ചു. താങ്കൾ തയ്യാറാക്കിയ റിപ്പോർട്ട് എവിടെ? അതിൽ ഞാൻ അഴിമതിക്കാരനാണെന്നോ കായംകുളം കൊച്ചുണ്ണയാണെന്നൊക്കെ ഉണ്ടെന്ന് കേട്ടു. വിഷ്ണുകുമാർ മിണ്ടിയില്ല. താൻ അച്യുതൻകുട്ടിയെ കണ്ടിരുന്നോ? പ്രതിപക്ഷ നേതാവാണ് അച്യുതൻകുട്ടി. കണ്ടു, വിഷ്ണുകുമാർ പറഞ്ഞു.
സത്യാവസ്ഥ അദ്ദേഹം അറിയുന്നത് നല്ലതാണെന്ന് തോന്നി. അദ്ദേഹം നിയമസഭയിൽ പ്രശ്നം കൊണ്ടുവരും. മുഖ്യമന്ത്രി ഉറക്കെ ചിരിച്ചു. എന്നിട്ട് വിളിച്ചു, അച്യുതൻകുട്ടി. പുഞ്ചിരിയോടെ വെളിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് അകത്തേക്ക് വന്നു. വിഷ്ണുകുമാർ ഞെട്ടിപ്പോയി. അച്യുതൻകുട്ടി വിഷ്ണുകുമാറിന്റെ ചുമലിൽ കൈവച്ചു. മിസ്റ്റർ വിഷ്ണുകുമാർ, ഇതൊരു വലിയ ഇടപാടാണ്. ജനത്തിന്റെ മുന്നിൽ ഞങ്ങൾ പരസ്പരം കടിച്ചു കീറുമെങ്കിലും ഇത്തരം ബിസിനസ്സുകളുടെ ലാഭം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതാണ് കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും നിലനിൽപ്പിന്റെ ആധാരം. വിഷ്ണുകുമാർ വിയർത്തു. അച്യുതൻകുട്ടി തുടർന്നു. കല്ലുമല MLA മുതൽ ആ ജില്ലയിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയർ വരെ ഈ റാക്കറ്റിലെ കണ്ണികളാണ്. 1000 കോടി രൂപയുടെ ഉപഭോക്തൃ സംഘം. വേണമെങ്കിൽ വിഷ്ണുകുമാറിനും അതിൽ പങ്കുചേരാം. അല്ലാതെ ആദർശം പറഞ്ഞു നടന്ന സംഘം പുറത്തേക്ക് പോയി. വിഷ്ണുകുമാർ പകച്ചു നിന്നു. ഒരു വലിയ അധികാര വൃന്ദത്തോട് താൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? പക്ഷേ തന്നെ കൊണ്ടാവുന്നത് ചെയ്യണമെന്ന് അയാൾ ഉറപ്പിച്ചു. റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ റെസിഡൻസിൽ കൊണ്ടുചെന്ന് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഓരോ കോപ്പികൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഇന്ത്യൻ പ്രസിഡന്റിനും അയച്ചു കൊടുക്കുക. ആ തീരുമാനത്തിൽ വിഷ്ണുകുമാർ ഉറച്ചു. അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെ വിളിച്ച് പിറ്റേന്ന് സമയം ചോദിച്ചു. പിറ്റേന്ന് രാവിലെ സരോജിനി രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെന്നു. സിങ്കിലെ ടാപ്പ് തുറന്നു. വെള്ളമില്ല. അല്പം കഴിഞ്ഞപ്പോൾ വൈദ്യുതിയും പോയി. ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിക്കാൻ ഫോൺ എടുത്തപ്പോ അത് ചത്തിരിക്കുന്നു. സരോജിനി വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്പരന്ന് പോയി. DIGയുടെ ഔദ്യോഗിക വാഹനം പോർച്ചിൽ കാണാനില്ല. ഗേറ്റിൽ കാവൽ നിന്നിരുന്ന പോലീസുകാരെയും കാണാനില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് സരോജിനിക്ക് മനസ്സിലായി. അവർ വേഗത്തിൽ കിടപ്പറയിലേക്ക് ചെന്നു. അവർ വിഷ്ണുകുമാറിനെ വിളിച്ചുണർത്തിയതും ടേബിളിലിരുന്ന് സെൽഫോൺ ചലിച്ചു. വിഷ്ണുകുമാർ റിസീവർ എടുത്തു. ഇന്ന് 4 മണിക്ക് താൻ ചീഫ് ജസ്റ്റിസിനെ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ചിരി വിഷ്ണുകുമാറിന്റെ കാതിൽ മുഴങ്ങി. ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നില്ലേ? തന്റെ സങ്കല്പത്തിനും അപ്പുറം ഈ റാക്കറ്റിന് വേരുകളുണ്ട്. സർ, വിഷ്ണുകുമാർ ഇപ്പോ വീട്ടുതടങ്കലിലാണ്. വെള്ളമില്ല, വൈദ്യുതിയില്ല, ഫോൺ ബന്ധമില്ല. പുറം ലോകവുമായി തന്റെ എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുന്നു. ശിവയെ കൂടി ഉണർത്തൂ. എന്നിട്ട് കാത്തിരിക്കൂ. നിങ്ങൾ മൂവരെയും തേടി മരണത്തിന്റെ ദൂതന്മാർ ഇപ്പോൾ എത്തിച്ചേരും. സാർ? വിഷ്ണുകുമാർ ഞെട്ടി. അതെ, DIG. പീതാംബരൻ ചിരിച്ചു. കടബാധ്യതകൾ സഹിക്കാനാവാതെ ചരിത്രത്തിൽ ആദ്യമായി ഒരു DIGയും കുടുംബവും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ബൈ. ഫോൺ ഡിസ്കണക്ട് ആയി. ഒരു വാൻ വീടിന്റെ മുറ്റത്ത് വന്നു നിൽക്കുന്ന സ്വരം വിഷ്ണുകുമാർ കേട്ടു. പത്മൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൊലയാളികൾ ബലമായി വിഷ്ണുകുമാറിനും ഭാര്യയ്ക്കും വിഷം കൊടുത്തു. മരണം ഉറപ്പാക്കിയാണ് അവർ പോയതെങ്കിലും വിഷ്ണുകുമാർ 10 നിമിഷത്തേക്കു കൂടി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ ഡയറിയിലെ അവസാന പേജ് പൂർത്തിയാക്കാൻ പത്മം പറഞ്ഞു നിർത്തി. സത്യൻ ധരിച്ചിരിക്കുകയാണ്. പത്മം തുടർന്നു. ഇനി വിശ്വസിച്ചോളൂ. സൂര്യയുടെ ശിരസിന് മുകളിൽ കുറെ പാവം ആത്മാക്കളുടെ കൈപ്പടങ്ങളുണ്ട്. അത് സംരക്ഷണത്തിന്റെ വലയമാണ്. അവളെ തൊടാൻ ഒരാൾക്കും കഴിയില്ല, അവൾ മനസ്സോടെ കീഴടങ്ങുന്നത് വരെ. പത്മൻ എഴുന്നേറ്റു. അയാൾ പുറത്തേക്ക് നടന്നു. സത്യൻ ചെയറിലേക്ക് ദീർഘനിശ്വാസത്തോടെ ചാഞ്ഞു. SP സത്യൻ ഓർത്തു. കല്ലുമല ഡാം പ്രശ്നത്തിൽ പങ്കാളികളായ പലരും ഇന്നില്ല. ജലസേചന മന്ത്രിയായിരുന്ന ഉത്തമക്കുറുപ്പ് കഴിഞ്ഞ വർഷം മരിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി ലോഹിതദാസ് ഒരു പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ധനകാര്യമന്ത്രി ഹാർട്ട് അറ്റാക്ക് മൂലം നിര്യാതനായി. പ്രതിപക്ഷ നേതാവ് അച്യുതൻകുട്ടി സ്ട്രോക്ക് വന്ന് ശയ്യാവലംബിയായി. അന്നത്തെ മുഖ്യമന്ത്രി പീതാംബരൻ മാത്രം ഇപ്പോ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പീതാംബരൻ. 80 കഴിഞ്ഞെങ്കിലും ഊർജ്ജസ്വലതയ്ക്ക് കുറവില്ല. മകനെ നേതാവാക്കാനുള്ള യത്നത്തിലാണ് അയാൾ. ഒരു സായാഹ്നം ഹോട്ടൽ റെയ്ബാനിൽ നിന്ന് പുറത്തേക്ക് വന്ന കാറിൽ കയറാൻ ഒരുമ്പെടുകയായിരുന്നു അവൾ. മന്യ എന്ന സൂര്യ. അപ്പോൾ പിന്നിൽ നിന്ന് ഒരു വിളിയൊച്ച അവൾ കേട്ടു. ഏയ് ചാറു സൗബീസ്. തന്നെ ആരാണ് അങ്ങനെ വിളിക്കാറുള്ളതെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ഞെട്ടിയില്ല, പതറിയില്ല. അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. വിയർപ്പിൽ നനഞ്ഞ ജുബയുമായി പത്മൻ നിൽക്കുന്നു. ചുമലിൽ തുണിസഞ്ചി, കണ്ണുകളിൽ മദ്യത്തിന്റെ മയക്കം, അലസമായ മുടി, അലക്ഷ്യമായ ഭാവം. ഹലോ കലാരൂപം. അവൾ ചിരിച്ചു. എന്നിട്ട് തുടർന്നു. പത്രത്തിന്റെ പേര് പോലെ ഒരു കലാരൂപം തന്നെയാണ് പത്മൻ. ഈ രൂപം കണ്ടാലേ ആരും ഒന്ന് നോക്കിപ്പോകും. ചാർ സൗബീസിന്റെ അടുത്ത പദ്ധതി എന്താ? എന്നെ കൊടുക്കാനാണോ? നീ ഒരിക്കലും കൊടുങ്ങില്ല, നീ മനസ്സ് വെക്കുന്നത് വരെ. താങ്ക്സ്, വെൽക്കം.
എന്റെ പദ്ധതിയെ പറ്റി അറിഞ്ഞിട്ട് കലാരൂപത്തിന് പിന്നെ എന്താ വേണ്ടത്? കൈക്കൂലിയാ? നിനക്ക് എന്തെങ്കിലും വീണ് കിട്ടിയ ധൈര്യമായി എനിക്ക് 100 rupees ചോദിക്കാമല്ലോ. അതിനും ബുദ്ധിമുട്ടില്ല. വേണോ? വേണം. ഓക്കെ. അവൾ 500 ഒരു നോട്ട് പത്മന്റെ കയ്യിൽ കൊടുത്തു. നന്ദി സൂര്യ. ആ നിമിഷം അവൾ ഞെട്ടിപ്പോയി. ഏ എന്താ വിളിച്ചത്? നിന്റെ പേര് സൂര്യ. എന്റെ പേര് എങ്ങനെ അറിഞ്ഞു? മുൻ DIG വിഷ്ണുകുമാർ IPSന്റെ മകൾ. അമ്മ പ്രൊഫസർ സരോജിനി. സഹോദരൻ ശിവ. നിന്റെ മുഴുവൻ പേര് സൂര്യ S വിഷ്ണുകുമാർ. ഇതിൽ കൂടുതൽ എന്തറിയണം? സൂര്യയുടെ മുഖം വിയർത്തു. കണ്ണുകൾ ഈറനായി. പത്മൻ അവളെ ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട സൂര്യ, ഞാൻ നിന്നെ ചതിക്കില്ല. നിനക്ക് എന്നെ വിശ്വസിക്കാം. ധൈര്യമായി പൊക്കോ. അവൾ കാർ നേരെ തിരിഞ്ഞതും പത്മൻ വിളിച്ചു, സൂര്യ. അവൾ പത്മനെ നോക്കി. പത്മൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു, ഇപ്പൊ രസമായി തോന്നിയ ഈ തട്ടിപ്പുകൾ നാളെ നിന്നെ വലിയ ചതിക്കുഴിയിൽ കൊണ്ടുചെന്ന് ചാടിക്കും. അതിനിടയായത് സൂക്ഷിക്കണം. നീ ഒരു പെൺകുട്ടിയാണ്. പത്മൻ നടന്നകന്നു. അവന്റെ പോക്ക് അല്പനേരം നോക്കി നിന്നിട്ടാണ് സൂര്യ കാറിൽ കയറിയത്. ഒരാഴ്ചയ്ക്ക് ശേഷം DGP കാർലോസിന് ഒരു ഫോൺ കോൾ വന്നു. ഞാൻ സൂര്യ. ഏത് സൂര്യ? ലക്ഷങ്ങളുടെ തട്ടിപ്പുകാരി മന്യ എന്ന പേരിൽ അറിയപ്പെടുന്നവൾ. കാർലോസിന് അവളെ മനസ്സിലായി. നിന്റെ യഥാർത്ഥ പേര് സൂര്യ എന്നാണോ? അതെ. SP സത്യൻ മന്യ എന്ന തട്ടിപ്പുകാരുടെ യഥാർത്ഥ ചിത്രം മേലധികാരികളെ അറിയിച്ചിരുന്നില്ല. അയാൾക്ക് അവളോട് ചെറിയ സിമ്പതി തോന്നി തുടങ്ങിയിരുന്നു. നിനക്ക് സറണ്ടർ ആകരുതോ? അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. സൂര്യ തുടർന്നു. നാളെ വൈകിട്ട് 6 മണിക്ക് ഞാൻ കീഴടങ്ങാൻ തയ്യാറാണ്. നഗരത്തിലെ സാരംഗി ആയുർവേദിക് മസാജ് പാർലർ വെച്ച് 5 മണിയാകുമ്പോ സാർ അവിടെ വരണം. 1 മണിക്കൂർ നേരം അവിടെ നടക്കുന്ന ചെറിയൊരു സംഭവം ക്ഷമയോടെ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോളൂ. നിന്നെ വിശ്വസിക്കാമോ? തീർച്ചയായും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗംഗാദത്തനും ഒരു ഫോൺ കോൾ വന്നു. മന്യ ഇതേ ആവശ്യം തന്നെ അദ്ദേഹത്തോടും പറഞ്ഞു. അവൾ തുടർന്നു. സർ, ഞാൻ ഈ തട്ടിപ്പൊക്കെ എന്തിനു നടത്തിയെന്ന് അങ്ങ് ചോദിച്ചില്ല. പറയൂ. ഞാൻ സാധാരണ ഒരു പെൺകുട്ടി മാത്രമായിരുന്നെങ്കിൽ അങ്ങേ പോലുള്ള വലിയ മനുഷ്യർ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കില്ല. ഞാൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വരാൻ സമ്മതിക്കുമായിരുന്നില്ല. അത് ശരിയാണ്. മസാജ് പാർലറിൽ വെച്ച് ഞാൻ കൈകാര്യം ചെയ്യുന്ന ചെറിയ സംഭവം നിരീക്ഷിക്കാൻ അങ്ങേ പേരുള്ളവർ തയ്യാറാകുമായിരുന്നില്ല. അതിനാലാണ് ഞാൻ തട്ടിപ്പിലൂടെ ജനശ്രദ്ധ ആകർഷിച്ചത്. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ വലിയ വലിയ ആൾക്കാർ തയ്യാറാവും. എന്താണ് നീ ഉദ്ദേശിക്കുന്ന ചെറിയ സംഭവം? പ്ലീസ്, ഒക്കെ നേരിൽ കാണുക. ഇതേ ഫോൺ കോൾ പലർക്കും ചെന്നു. ചീഫ് സെക്രട്ടറിക്ക്, ജില്ലാ സെക്രട്ടറിക്ക്, സ്ഥലം MP-ക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, പത്രക്കാർക്ക്. പിറ്റേന്ന് 5 മണി സമയം സാരംഗി ആയുർവേദിക് മസാജ് പാർലർ മുന്നിൽ ഒരു അംബാസഡർ കാർ വന്നു നിന്നു. കാറിൽ നിന്ന് വയോധികനായ ഒരാൾ പുറത്തേക്കിറങ്ങി. പ്രതിപക്ഷ നേതാവ് പീതാംബരൻ, മുൻ മുഖ്യമന്ത്രി. മസാജ് പാർലറിന്റെ നടത്തിപ്പുകാരി കുമുദം അയാൾക്ക് സമീപത്തേക്ക് ഓടിച്ചെന്നു. വരണം സർ. ഒന്ന് പിടിച്ചോടി കുമുദം. അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു പീതാംബരൻ. കുമുദത്തിന്റെ നിറഞ്ഞ മാറിടം പീതാംബരന്റെ നെഞ്ചിലമർന്നു. എല്ലാം റെഡിയാണോടി? ഇന്നലെ സാറ് ഫോൺ ചെയ്തപ്പോഴേ എല്ലാം റെഡിയാക്കി. നീ മിടുക്കിയ. കുമുദത്തിന്റെ കഴുത്തിൽ ചൊറിഞ്ഞ് പീതാംബരൻ ഇക്കിളിപ്പെടുത്തി. കുമുദം പൊളഞ്ഞു ചിരിച്ചു. പീതാംബരൻ പറഞ്ഞു, ഞാൻ സർക്കാർ വക കാർ എടുത്തില്ല. നിന്നെപ്പറ്റിയും നിന്റെ തിരുമലിനെ പറ്റിയും നല്ല അഭിപ്രായമാണല്ലോ. ഏതെങ്കിലും പത്രക്കാർ കണ്ടാ തീർന്നു. 80-ാം വയസ്സിൽ പീതാംബരൻ കുമുദത്തെ ഉണ്ടാക്കാൻ ചെന്നെന്ന് അവർ എഴുതും. അത് ശരിയാ. കുമുദം ചിരിച്ചു. കുമുദത്തിന്റെ ചുമലിൽ പിടിച്ച പീതാംബരൻ പാർലറിലേക്ക് കയറി. കുമുദം ഉറക്കെ വിളിച്ചു, റോസിയെ. ഒരു പെൺകുട്ടി കർട്ടൻ നീക്കി ഹാളിലേക്ക് വന്നു. പീതാംബരൻ അവളെ ഒന്ന് നോക്കി. ഇവള് കൊള്ളാമല്ലോ. പുതിയതാ, കുമുദം പറഞ്ഞു. തിരുമ്പും വലിയുമൊക്കെ അറിയാമോ? സാറ് നോക്കിക്കോ, ഇവള് കസറും. കസറണം? പീതാംബരൻ കണ്ണുറുക്കി ചിരിച്ചു. കുമുദം പറഞ്ഞു, സാർ അകത്തേക്ക് ചെന്നാട്ടെ. പീതാംബരൻ മസാജ് മുറിയിലേക്ക് കയറി. AC ചെയ്ത മുറി. അരയറ്റം പൊക്കമുള്ള മെത്തയിട്ട കിടക്ക. കിടക്കയിൽ പ്ലാസ്റ്റിക് പായ് വിരിച്ചിരുന്നു. മുറിയുടെ ഒരു വശം നീല കർട്ടനിട്ട് മറച്ചിരുന്നു. പീതാംബരന് പിന്നാലെ അവളും മുറിയിൽ പ്രവേശിച്ചിരുന്നു. പീതാംബരൻ വസ്ത്രം അഴിച്ചു മാറ്റി കിടക്കയിൽ കയറി കിടന്നു. അണ്ടർവെയർ മാത്രമുണ്ട് ശരീരത്തിൽ. പെൺകുട്ടി ദുർമേധസ് മുറ്റിയ പീതാംബരന്റെ ശരീരത്തിൽ ഒലിവെണ്ണ ഒഴിച്ചു. പീതാംബരൻ അവളെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, നീ എന്താടി കന്യാസ്ത്രീമാരെ പോലെ?
എന്താ? എടി, തിരുമ്പുന്ന പെണ്ണുങ്ങള് ബോഡിയും ചെട്ടി മാത്രമേ ഇടാറുള്ളൂ. എന്നിട്ടുള്ള തിരുമല്ല സുഖം. പീതാംബരൻ ഒരു വഷള ചിരി പൊഴിച്ചു. മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞേച്ചു പോരെ? എങ്കിൽ അത് മതി. അപ്പൊ വീര്യം കൂടും. പീതാംബരന്റെ ശരീരം മുഴുവൻ ഒലിവെണ്ണ പുരണ്ടു. അമർത്തി തിരുമടി. ഓ, നല്ല സുഖം. പീതാംബരൻ ചോദിച്ചു. നിനക്ക് എത്ര വയസ്സായിടി? 19. തിരുമ്മാൻ പറ്റിയ പ്രായം. അമർത്തി അങ്ങ് കീറി കൊടുക്കടി. വയസ്സായെന്ന് നീ വിചാരിക്കണ്ട. നിന്റെയൊക്കെ തിരുമ്മ എന്റെ ആരോഗ്യം. ഒടുക്ക ഞാനതൊന്ന് കാണിച്ചു തരുന്നുണ്ട്. പെൺകുട്ടി തിരിഞ്ഞ് ഒരു സിറിഞ്ചെടുത്ത് എന്തോ മരുന്ന് നിറച്ചു. ഇതെന്താടി? വയാഗ്ര പോലെ ഒരു മരുന്ന്, അവൾ പറഞ്ഞു. ഓ, എങ്കിൽ താങ്ങിക്കോ, ഒരു ഉശിരി വരട്ടെ. അവൾ മെത്തയ്ക്കടിയിലൂടെ നീഡിൽ കുത്തി കയറ്റി നട്ടലിൽ സൂചിമുന ചെന്ന് മുട്ടി. നീ എന്താടി കിറുക്ക് കാണിക്കുകയാണോ? ഇനി എന്റെ കയ്യിലാണ് തന്റെ ജീവിതം. എഴുന്നേക്കാൻ ശ്രമിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്ത ഈ സിറിഞ്ചിലെ ആ ദ്രാവകം തന്റെ ശരീരത്തിൽ കയറ്റാൻ എനിക്കൊരു ഞൊടി നേരം മാത്രം മതി. ഈ സിറിഞ്ചിൽ എന്താണെന്ന് അറിയാമോ? വയാഗ്ര. വയാഗ്രയല്ല, എയ്ഡ്സിന്റെ അണുക്കൾ. ഗുരുവായൂരപ്പാ! പീതാംബരൻ ഞെട്ടി. ആ സൂചിമുന തന്റെ ശരീരത്തിൽ ഒരു പോറൽ വീഴ്ത്തിയാൽ താൻ എയ്ഡ്സ് രോഗിയായി മാറും. അനങ്ങരുത്. അത് എടുത്തു മാറ്റു കൊച്ചേ. അതവിടെ ഇരിക്കട്ടെ പീതാംബര. നീ ആരാ? സത്യം പറ. സൂര്യ. ഏത് സൂര്യ? സൂര്യ എസ് വിഷ്ണുകുമാർ. വിഷ്ണുകുമാർ IPSന്റെ മകൾ. പീതാംബരൻ നടുങ്ങിപ്പോയി. അയാളുടെ മിഴികളിൽ ഭയം നിറഞ്ഞു. നിനക്ക് എന്ത് വേണം? തന്റെ വായിന്ന് ചില കാര്യങ്ങൾ അറിയണം. ഒരക്ഷരത്തിൽ പോലും കളവ് ചേർത്ത. സൂര്യയുടെ കൈ സിറിഞ്ചിൽ സ്പർശിച്ചു. അയ്യോ വേണ്ട കൊച്ചേ. അതവിടെ ഇരിക്കട്ടെ പീതാംബര. അയ്യോ വേണ്ട കൊച്ചേ. സത്യം പറയുമോ? പറയാം. ഗുഡ്. സൂര്യ ഒന്ന് മന്ദഹസിച്ചു. അവൾ ചോദിച്ചു, താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കല്ലുമല ഡാം എങ്ങനെയാണ് തകർത്തത്? അത് ചുമ്മാ തകർന്നതാ. ചുമ്മാതെയോ? അതിപ്പോ എങ്ങനെ തകർന്നാൽ എന്താ? എന്റെ ഭരണകാലത്ത് തന്നെ ഒരു ഫ്രഞ്ച് കമ്പനി അത് രണ്ടാമത് പണിതല്ലോ. പിന്നെ ആർക്കാ ഛേദം? ചോദിക്കുന്നതിന് ഉത്തരം പറ. എനിക്കറിയാൻ മേല കൊച്ചേ. എന്നാ താൻ ഈസ് പിടിച്ച് ചാകട്ടെ. സൂര്യ സെറിഞ്ചിന്റെ പുഷ് പോയിന്റിൽ പിടിച്ചു. അയ്യോ, കൈയെടുക്കു കൊച്ചേ. എയ്ഡ്സിന് ചികിത്സയില്ല. മാത്രമല്ല, എനിക്ക് എയ്ഡ്സ് പിടിച്ചാ ഈ നാട് മുഴുവൻ പരക്കും. പീതാംബരൻ അലറി. എങ്കിൽ സത്യം പറ. അത് അടാ, ഞങ്ങളെല്ലാം ചേർന്ന് ബോംബ് വെച്ച് തകർത്തതാ. ആരൊക്കെ? കഴിഞ്ഞ വർഷം ചത്ത ജലസേചന വകുപ്പ് മന്ത്രി ഉത്തമക്കുറുപ്പ്, പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ലോഹിതദാസ്, അറ്റാക്ക് വന്ന് മരിച്ച ധനകാര്യമന്ത്രി അശോകൻ, സ്ട്രോക്ക് വന്ന് കാട്ടിലേന്ന് എഴുന്നേക്കാനാവാതെ കിടക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് അച്യുതൻകുട്ടി. അവരൊക്കെ ഇന്ന് ഒരു പരുവത്തിലായി. അതെ, ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം ഉള്ളതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നല്ല ആരോഗ്യം. എന്തിനാ ബോംബ് വെച്ച് തകർത്തത്? ഇത്തിരി കാശിന്റെ ആവശ്യമുണ്ടായിരുന്നു കൊച്ചേ. ഫ്രഞ്ച് കമ്പനിക്ക് ഡാം നിർമ്മാണം വിട്ടുകൊടുത്ത 1000 കോടി രൂപ ലഭിക്കും. തനിക്ക് എത്ര കിട്ടി? CM എന്ന നിലയ്ക്ക് നേർ പകുതി എനിക്ക് കിട്ടി, 500 കോടി രൂപ. ആ പണം താൻ എന്ത് ചെയ്തു? ഓ, ഇപ്പോഴത്തെ കാലത്ത് 500 കോടി രൂപ എന്തിനുണ്ട് കൊച്ചേ? ഗുരുവായൂരപ്പന് വെള്ളി കൊണ്ട് തുലാഭാരം നടത്തണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഗുരുവായൂരപ്പന് അത്രയും ആഡംബരം കൊടുത്ത് സൂചിപ്പിക്കേണ്ടെന്ന് വെച്ചു. എന്റെ പപ്പ എങ്ങനെയാ മരിച്ചത്? അയാൾ കുടുംബമടച്ച് വിഷം കഴിച്ചതല്ലേ? ആ മരണങ്ങൾക്ക് പിന്നിൽ യാതൊന്നുമില്ലേ? എനിക്കറിയാവോ? താൻ സമ്മതിക്കില്ല പീതാംബര. സൂര്യയുടെ കൈ സിറിഞ്ചിലേക്ക് നീണ്ടു. അയ്യോ, കുഴപ്പമുണ്ടാക്കരുത് കൊച്ചേ. എന്നാ പറ. സൂര്യ കൈ മാറ്റി. കൊച്ചിന്റെ പപ്പ ഡാം തകർന്നതിന്റെ പിന്നിലെ കളികൾ കോടതിയിൽ നേരിട്ട് ബോധിപ്പിക്കാൻ തുനിഞ്ഞപ്പോ. പറയൂ. ക്ഷമിക്കണം കൊച്ചേ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അയാളെ കൊല്ലുകയായിരുന്നു. അപ്പോ അതിനെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. കാശിന്റെ അത്യാവശ്യം കൊണ്ട് ചെയ്തു പോയതാ മോളെ. പപ്പ തയ്യാറാക്കിയ രേഖകൾ എവിടെ? എന്റെ വീട്ടിലെ അലമാരയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. സൂര്യയുടെ കണ്ണിൽ കനലിളകി. അവൾ പീതാംബരന്റെ വയറിൽ ഒരു ഇടി കൊടുത്തു. അയ്യോ ദുഷ്ടൻ! സൂര്യ ദൃഢസ്വരത്തിൽ വിളിച്ചു. ഇതൊക്കെ താൻ കോടതിയിൽ പറയാമോ?
അതല്പം കടന്ന കയ്യാ കൊച്ചെ. പെട്ടെന്ന് ഒരു കൈയടി സ്വരമുയർന്നു. കർട്ടന് പിന്നിൽ നിന്ന് പത്മനാണ് കൈയടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. ഇനി കോടതിയിൽ പറയണമെന്നില്ല. ജഡ്ജി ഇരിക്കുന്നതുമാണ് കോടതി. ഇവിടെ ജഡ്ജിയുണ്ട്. ഈ പന്നനാണോ ജഡ്ജി? പീതാംബരൻ ചിറികൊട്ടി. പത്മൻ ഒരു ചരടിൽ വലിച്ച് കർട്ടൻ നീക്കി. പീതാംബരൻ ഞെട്ടിപ്പോയി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗംഗാദത്തൻ, DGP കാർലോസ്, ചീഫ് സെക്രട്ടറി ഗോപിനാഥൻ, ജില്ലാ കളക്ടർ വർഗീസ്, സ്ഥലം MP പത്മനാഭൻ, SP സത്യൻ, പിന്നെ സാമൂഹ്യ പ്രവർത്തകർ. ആ വലിയ സംഘത്തെ കണ്ട് പീതാംബരൻ തളർന്നു. ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടുതരുന്നു. ചീഫ് ജസ്റ്റിസ് ഗംഗാദത്തൻ DGPയെ നോക്കി ഉത്തരവിട്ടു. ഇയാളുടെ വീട്ടിൽ നിന്ന് വിഷ്ണുകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടെടുക്കണം. ബാക്കിയൊക്കെ അറിയാമല്ലോ സർ. DIG സല്യൂട്ട് ചെയ്തു. സത്യൻ പീതാംബരനെ കസ്റ്റഡിയിലെടുത്തു. സൂര്യയുടെ തട്ടിപ്പുകൾക്ക് വിചാരണ ഒഴിവാക്കാനാവില്ല. എങ്കിലും അവളെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയാണ്. പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരായിക്കൊള്ളണം. സൂര്യ പുറത്തേക്ക് നടന്നു. അവളെ കാത്ത് നരസിംഹൻ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു, സിവിൽ വേഷത്തിൽ. അവളെ അയാൾ കൈകൊട്ടി വിളിച്ചു. അവൾ അടുത്തേക്ക് ചെന്നു. വരുന്നോ എന്റെ കൂടെ? അയാൾ ചോദിച്ചു. സൂര്യ അതിന് ഉത്തരം കൊടുത്തില്ല. പകരം അയാളുടെ ജീപ്പിൽ കയറിയിരുന്നു. നരസിംഹൻ പുഞ്ചിരിയോടെ ജീപ്പ് മുന്നോട്ട് പായിച്ചു. കേരളക്കരയാകെ ശ്രദ്ധിച്ച ഒരു വിവാഹമായിരുന്നു അത്. സർക്കിൾ ഇൻസ്പെക്ടർ നരസിംഹവും സൂര്യയും തമ്മിലുള്ള വിവാഹം. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് നരസിംഹൻ. എന്നാൽ സൂര്യ ആകട്ടെ നിരവധി തട്ടിപ്പു കേസുകളിൽ പ്രതിയായ പെൺകുട്ടിയും. എന്നാൽ അവൾ നടത്തിയ തട്ടിപ്പുകൾക്ക് ഒരു ഉദ്ദേശ ശുദ്ധി ഉണ്ടായിരുന്നു, സത്യസന്ധമായ ഒരു ലക്ഷ്യം. തന്റെ അച്ഛന്റെ കൊലയാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. അക്കാര്യത്തിൽ അവൾ വിജയിച്ചു. DIG വിഷ്ണുകുമാർ IPSന്റെയും കുടുംബത്തിന്റെയും ഘാതകരെ അവൾ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്തു. മുൻ മുഖ്യമന്ത്രി പീതാംബരൻ ഇപ്പോൾ കോടതി നടപടികളെ അഭിമുഖീകരിക്കുകയാണ്. കതിർ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നരസിംഹന്റെയും സൂര്യയുടെയും മുന്നിലേക്ക് കലാരൂപം പത്രത്തിന്റെ റിപ്പോർട്ടറായ പത്മൻ നടന്നു ചെന്നു. പത്മൻ നല്ല കണ്ടീഷനിലാണ്. നവദമ്പതികൾക്ക് എന്റെ ഭാവുകങ്ങൾ, പത്മൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പത്രക്കാർക്ക് ഇവിടെ എന്താ കാര്യം? നരസിംഹൻ ചിരിയോട് ചോദിച്ചു. ഏയ്, പത്മൻ തുടർന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് പത്രക്കാരനായിട്ടല്ല, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവനുമല്ല. ഫുൾ ടൈം തെണ്ണിയിൽ നടക്കുന്ന എന്നെ ആര് കല്യാണത്തിന് വിളിക്കാനാ? സോറി പത്മൻ. നരസിംഹൻ ക്ഷമ ചോദിച്ചു. പത്മനെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല, കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് അടുപ്പമുള്ള പലരെയും ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല, പത്മൻ എവിടെയും വലിഞ്ഞു കയറി ചെല്ലുന്നവനാണ്. എന്നെ ക്ഷണിക്കണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. ചെല്ലേണ്ടതാണെങ്കിൽ ഞാൻ ചെന്നിരിക്കും. പത്മന്റെ വായിൽ നിന്ന് വില കുറഞ്ഞ റമ്മിന്റെ നാറ്റം പുറത്തേക്ക് വമിച്ചു. നവദമ്പതികൾക്ക് വഴിമാറിക്കൊടുത്തു പത്മൻ. റിസപ്ഷനിൽ സമൂഹത്തിലെ സമുന്നതരായ പലരും പങ്കെടുത്തു. വധൂവരന്മാർക്ക് ആശംസകൾ നൽകി അവർ പിരിഞ്ഞു. രാത്രി, നരസിംഹന്റെയും സൂര്യയുടെയും ആദ്യ രാത്രി. മണിയറയിൽ സൂര്യയെ കാത്തിരിക്കുകയാണ് നരസിംഹൻ. മീരയുടെ തമാശകൾ കേട്ട് സൂര്യ രസിച്ചിരിക്കെ ഭാർഗവിയമ്മ ഒരു ഗ്ലാസ് പാലുമായി സൂര്യയുടെ സമീപം വന്നു. മോളിത് അവന് കൊണ്ടുപോയി കൊടുക്ക്. ഇവളുടെ വർത്താനം കേട്ടിരുന്ന ഇന്നിനെ ഉറങ്ങാൻ പറ്റില്ല. അമ്മയുടെ സംസാരം കേട്ട് സൂര്യക്ക് ചിരി വന്നു. തന്നെ കളിയാക്കിയത് ഇഷ്ടപ്പെടാതെ മീര മുഖം കറുപ്പിച്ചു. സൂര്യ പാലുമായി നരസിംഹന്റെ മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്ന നരസിംഹൻ സൂര്യയെ കണ്ടപ്പോൾ എഴുന്നേറ്റു. സൂര്യയുടെ മുഖത്ത് ലജ്ജയും ചമ്മലും ഒക്കെയാണ് നരസിംഹൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അവൾ ഒരു കൂസലുമില്ലാതെ നടന്നു വന്ന് പാൽ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് കട്ടിലിരുന്നു. നരസിംഹൻ അവളെ മിഴിച്ചു നോക്കി. ചെക്കൻ എന്താ നോക്കണത്? സൂര്യ ചോദിച്ചു. ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്, അവൻ ഓർമ്മിപ്പിച്ചു. ഓ, സൂര്യ ചിരിച്ചു. ആദ്യ രാത്രിയിൽ ചില രീതികളൊക്കെ ഉണ്ട്, നരസിംഹൻ പറഞ്ഞു. നവവരന്റെ മുറിയിലേക്ക് ലജ്ജാമുഖിയായി വധു കയറി വരുന്നു. കയ്യിൽ പാൽ ഗ്ലാസ്. നമ്രമുഖിയായി നിൽക്കുന്ന വധുവിന്റെ ചുമലിൽ വരൻ സ്നേഹത്തോടെ കൈവയ്ക്കുന്നു. എന്നിട്ട് മുഖം പിടിച്ച് മെല്ലെ ഉയർത്തുന്നു. വധു പേടിയോടെ മതി. സൂര്യ എഴുന്നേറ്റു. ഇനി അതിന്റെ കുറവ് വേണ്ട. ഞാനിപ്പോ ഇപ്പൊ വന്നത് വെട്ടിക്കളഞ്ഞേക്ക്. അവൾ പാൽ ഗ്ലാസ് കയ്യിലെടുത്ത് വാതിലിന്റെ നേർക്ക് നടന്നു. പിന്നെ തിരിഞ്ഞ് ലജ്ജ അഭിനയിച്ച് പതുക്കെ നടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ ലജ്ജ മതിയോ? നരസിംഹൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചുപോയി. സൂര്യ ആ ചിരിയിൽ പങ്കുചേർന്നു.
അവളെ അടക്കം പിടിച്ചുകൊണ്ട് നരസിംഹൻ പുലമ്പി. നീ ഒരു കള്ളിയാ. നമ്മൾ തമ്മിൽ എന്തിനാ ചക്ക നാട്യങ്ങൾ? ഞാൻ ഈ സിംഹത്തിന്റെ സ്വന്തം ആൺകുട്ടിയല്ലേ. അവൾ നരസിംഹന്റെ മാറിൽ മുഖം ചേർത്തു. അവളുടെ മുഖം തെല്ലുയർത്തി ചുണ്ടിൽ അമർത്തി ചുംബിച്ചു നരസിംഹൻ. അവളിൽ നിന്ന് ഒരു കുറുകൽ ശബ്ദമായിരുന്നു, പ്രാവിനെ പോലെ. നരസിംഹന്റെ മാറിൽ ഒരു പൂമാല പോലെ അവൾ പറ്റിച്ചേർന്നു. അപ്പോൾ മുറിയിലെ ഫോൺ ശബ്ദിച്ചു. ശല്യം! നരസിംഹൻ പെറുപെറുത്തു. അവൻ ഫോൺ എടുക്കാൻ തിരിഞ്ഞപ്പോൾ സൂര്യ അടക്കം പിടിച്ചു. അതവിടെ ഇരുന്ന് അടിക്കട്ടെ, നമുക്കെന്താ ഛേദം? എന്നാലും ഒന്ന് നോക്കട്ടെ കുട്ടാ. സൂര്യയുടെ കൈ അഴിച്ചു മാറ്റിയിട്ട് നരസിംഹൻ ചെന്ന് റിസീവർ എടുത്തു. യെസ് CI. നരസിംഹൻ, ഞാൻ സത്യനാണ് സർ. മറുതലക്കൽ SP ആണെന്ന് മനസ്സിലായപ്പോൾ നരസിംഹൻ വിനയാന്വിതനായി. താൻ വേഗം റെഡിയായി ബീച്ച് റോഡിൽ വരണം. ഒരു സ്പിരിറ്റ് ലോറി ഇതുവഴി വരുന്നെന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട്, SP പറഞ്ഞു. ഞാൻ ഉടൻ വരാം സർ. നരസിംഹൻ റിസീവർ വെച്ചു. എന്താണ്? സൂര്യ ചോദിച്ചു. നരസിംഹൻ കാര്യം പറഞ്ഞു. സൂര്യയുടെ മുഖത്ത് നിരാശ പടർന്നു. നരസിംഹൻ വേഗം വസ്ത്രം മാറി. പോലീസ് യൂണിഫോം ധരിച്ചപ്പോൾ നരസിംഹന്റെ ശരീരഭാഷയ്ക്ക് ഒരു ഗാംഭീര്യം വന്നു. തന്റെ ഭർത്താവിനെ ഓർത്ത് സൂര്യയ്ക്ക് അഭിമാനം തോന്നി. നരസിംഹൻ സ്വീകരണ മുറിയിൽ വന്നപ്പോൾ ടെലിവിഷന്റെ മുന്നിൽ ഭാർഗവിയമ്മയും മീരയും ഇരിപ്പുണ്ടായിരുന്നു. നീ എവിടേക്കാടാ? മകനെ യൂണിഫോമിൽ കണ്ടപ്പോൾ ഭാർഗവിയമ്മ ചോദിച്ചു. ഒരു അത്യാവശ്യമുണ്ട്, SP വിളിച്ചു. നരസിംഹൻ പറഞ്ഞു. ഇതാ പോലീസ് ഉദ്യോഗത്തിന്റെ കുഴപ്പം, ഭാർഗവിയമ്മ പുലമ്പി. പോർച്ചിൽ നരസിംഹന്റെ സ്വകാര്യ കാറും പോലീസ് ജീപ്പും കിടപ്പുണ്ടായിരുന്നു. നരസിംഹൻ ജീപ്പിൽ കയറി. വിജനമായ ബീച്ച് റോഡിലൂടെ അല്പം ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ജീപ്പ് റോഡിനരികിൽ പാർക്ക് ചെയ്ത് കിടക്കുന്നത് നരസിംഹൻ കണ്ടു. ആ ജീപ്പിന് സമീപം തന്റെ ജീപ്പ് നരസിംഹൻ നിർത്തി. നരസിംഹൻ ജീപ്പിൽ നിന്നിറങ്ങി ആ വണ്ടിയെ സമീപിച്ചു. ജീപ്പിൽ ഏതാനും പോലീസുകാരുണ്ട്. അവർ നരസിംഹനെ സല്യൂട്ട് ചെയ്തു. നരസിംഹന് അവരെ ആരും മുൻപരിചയമുള്ളതായി തോന്നിയില്ല. സത്യൻ സാർ എവിടെ? നരസിംഹൻ ചോദിച്ചു. SP അവന്യൂ ലൈനിലാണ്. സാർ വരുമ്പോ അവിടേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞു, ഒരു പോലീസുകാരൻ അറിയിച്ചു. ശരി, നരസിംഹൻ പറഞ്ഞു. നിങ്ങൾ വിട്ടോളൂ, ഞാൻ എന്റെ ജീപ്പിൽ പിന്നാലെ വന്നോളാം. സാറിന്റെ ജീപ്പ് ഇവിടെ ഇട്ടാ മതിയെന്ന് SP സാർ പറഞ്ഞത്. ഈ ജീപ്പിൽ കയറിക്കോളൂ. ശരി. നരസിംഹന് മുൻസീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് ഒരു പോലീസുകാരൻ. നരസിംഹൻ ജീപ്പിൽ കയറിയിരുന്നു. ജീപ്പ് മുന്നോട്ട് കുതിച്ചു. പെട്ടെന്ന് നരസിംഹന്റെ മുഖത്ത് ഒരു കൈലേസ് അമർന്നു. ഏയ്! നരസിംഹൻ പുടഞ്ഞു. പക്ഷേ അവനെ രണ്ടുപേർ ചേർന്ന് മുറുക്കെ പിടിച്ചു. തന്റെ മൂക്കിലൂടെ അസഹ്യമായ ഒരു ഗന്ധം തുളഞ്ഞു കയറുന്നത് നരസിംഹൻ അറിഞ്ഞു. തന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് പരക്കുന്നതും പ്രജ്ഞയിൽ മരവിപ്പ് നിറയുന്നതും നരസിംഹൻ മനസ്സിലാക്കി. പിന്നെ ഒന്നും ഓർമ്മയില്ല. നരസിംഹൻ ഉണർന്നത് തീക്ഷ്ണമായ ഒരു വെളിച്ചത്തിന്റെ നേർക്കാണ്. ഒരു കസേരയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് താനെന്ന് നരസിംഹന് മനസ്സിലായി. ശരീരത്തിൽ നിന്ന് യൂണിഫോം ഷർട്ട് നീക്കം ചെയ്തിരുന്നു. കാക്കി പാന്റും ബനിയനും മാത്രമാണ് വേഷം. തലയ്ക്ക് മുകളിൽ സ്പോട്ട് ലൈറ്റ് കത്തി നിൽക്കുന്നു. അതിന്റെ ചൂടിൽ നരസിംഹന്റെ ശരീരം വിയർത്തു കുളിച്ചു. ഒരു വലിയ ഹാളായിരുന്നു അത്. സ്പോട്ട് ലൈറ്റിന്റെ പ്രകാശം ഹാളിന്റെ എല്ലാ ഭാഗത്തും ചെല്ലുമായിരുന്നില്ല. നരസിംഹന്റെ ചുറ്റും പ്രകാശം ഒരു വൃത്തം പോലെ കിടന്നു. ഒരു വേള നരസിംഹന്റെ മുഖത്തേക്ക് കുറെ വെള്ളം തെറിച്ചു വീണു. തണുത്ത വെള്ളം. നരസിംഹൻ അസഹ്യതയോടെ തലകുടഞ്ഞു. സിംഹാവതാരം ഒന്ന് കുളിക്കട്ടെ, മയക്കുമരുന്നിന്റെ കെട്ടൊന്ന് വിടണമല്ലോ. വെള്ള ചിരിച്ചുകൊണ്ട് ഒരു രൂപം തനിക്ക് നേരെ നടന്നു വരുന്നത് നരസിംഹൻ കണ്ടു. പീതാംബരൻ, മുൻ മുഖ്യമന്ത്രി, 80കാരനായ കിഴവൻ. പക്ഷേ പ്രായത്തെ വെല്ലുന്നതാണ് അയാളുടെ ശരീരവും മുഖവും. കുറെ നേളുകൾ തനിക്ക് ചുറ്റും നിൽക്കുന്നത് നരസിംഹന് കാണാമായിരുന്നു. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്കൊരു മിമിക്രിക്കാരന്റെ സഹായമേ വേണ്ടി വന്നുള്ളൂ. SP സത്യന്റെ സ്വരം അനുകരിക്കാൻ വളരെ എളുപ്പമാണല്ലോ. പോലീസ് വേഷം ധരിച്ച എന്റെ ആൾക്കാർ ബാക്കി പണിയും ചെയ്തു. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നരസിംഹൻ ചോദിച്ചു. അതിന് മറുപടിയായി പീതാംബരൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല കൊച്ചനെ. ഞാൻ എന്തിനാ നിന്നോട് വിരോധം കാട്ടുന്നത്? ഒന്നുമില്ലേലും ഞാൻ ഭരിച്ച ആഭ്യന്തര വകുപ്പിൽ ജോലി ചെയ്യുന്നവനല്ലേ നീ. ആശ്രിത വത്സനായ ഈ പീതാംബരൻ പോലീസുകാരെ ഉപദ്രവിച്ചിട്ടില്ല, സഹായിക്കാറേ ഉള്ളൂ. ഒരു അനുചരന്റെ ചുമലിൽ കൈവച്ച് ആയാസപ്പെട്ട് നടന്നുകൊണ്ട് പീതാംബരൻ തുടർന്നു. പിന്നെന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അതിന് വേറെ കാര്യമുണ്ട് മോനെ. അതെന്താ? എന്റെ കല്യാണമായിരുന്നു എന്ന്. എന്നെ കോടതി കയറ്റിയ സൂര്യ എന്ന ജാലക്കാരിയെ നീ വരിച്ച ദിവസം. പീതാംബരൻ ചെറി ഓട്ടിയൊന്ന് ചിരിച്ചു. വിടില്ല ഞാൻ അവളെ. പീതാംബരൻ പല്ല് ഞെരിക്കുന്ന സ്വരം നരസിംഹം കേട്ടു. കല്ലുമല ഡാം കേസിൽ
എനിക്കെതിരെ റിപ്പോർട്ട് ഉണ്ടാക്കിയവനാ അവളുടെ തന്ത DIG വിഷ്ണുകുമാർ IPS. അതിന് ഞാൻ ചെറിയൊരു ശിക്ഷയും കൊടുത്തു. അവനെയും അവന്റെ പെണ്ണുമ്പിളയും മകനെയും ഞാൻ അങ്ങ് കൊന്നു. ആ കേസ് പൊടി തട്ടിയെടുത്ത് ഇപ്പൊ കോടതിയിൽ എത്തിച്ചവളാ നിന്റെ പൊണ്ടാട്ടി. വിടുമോ ഞാൻ? ഇല്ല. നിനക്കൊപ്പം സുഖമായി ജീവിക്കാൻ അവളെ ഞാൻ സമ്മതിക്കില്ല മോനെ. നരസിംഹന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു പീതാംബരൻ. അവൾ അനുഭവിക്കണം. വേദനയിൽ നരസിംഹൻ ഞരങ്ങി. അവക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? നരസിംഹൻ മിണ്ടിയില്ല. നരസിംഹന്റെ മുടിയിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് പീതാംബരൻ ചോദ്യം ആവർത്തിച്ചു. അറിയാമോ നിനക്ക്? ഇല്ല. എങ്കിൽ എന്താണെന്ന് ചോദിക്കടാ. എന്താ? വിധവാ ജീവിതം. പീതാംബരൻ ക്രൂരമായി ചിരിച്ചു. 80ന്റെ വടുക്കൾ നിറഞ്ഞ പീതാംബരന്റെ മുഖത്ത് ക്രൗര്യം നിറഞ്ഞ ഒരു ചെന്നായുടെ ഭാവം നരസിംഹൻ കണ്ടു. പീതാംബരൻ പ്രായത്തിന്റെ കൊഞ്ഞയിൽ തുടർന്നു. ഒരിക്കൽ കൂടി ഒരു മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ചാനാ ഞാൻ. 5 വർഷത്തിന് ശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവ്. എന്റെ ഈ സ്വപ്നത്തിന്റെ കടക്കൽ കത്തിവെച്ച അവൾ വിധവയായി ജീവിക്കുന്നത് എനിക്ക് കാണണം. അതിലില്ലാത്ത സ്വപ്നങ്ങളാണ് പീതാംബരന്റേത്. അധികാരത്തിന്റെ കൊതി തീരാത്ത മനുഷ്യൻ, പ്രായത്തെ അതിജീവിക്കുന്ന മോഹങ്ങൾ. അതൊക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. മകളെ MP ആക്കി, മരുമകനെ പാർട്ടി പ്രസിഡന്റ് ആക്കി. എന്നിട്ടും ആസക്തി അവസാനിക്കാത്ത മനുഷ്യനാണ് പീതാംബരൻ. ശരത്തേ! പീതാംബരൻ വിളിച്ചു. പീതാംബരന്റെ സന്തത സഹചാരിയായ ശരത്ത് മുന്നോട്ട് വന്നു. ഖദർ വേഷക്കാരനായ ചെറുപ്പക്കാരൻ, ചെറിയ മുടന്തുണ്ട്, നെറ്റിയിൽ ചന്ദനക്കുറി. ഒരു മുൻ MLA കൂടിയാണ് ശരത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി. പീതാംബരൻ ശരത്തിന്റെ ചുമലിൽ പിടിച്ചു. രാഹു തുടങ്ങും മുമ്പേ പണി തീർത്ത ശരത്തെ. പണ്ടത്തെ പോലെ എനിക്ക് പറ്റില്ല. വാദത്തിന്റെ വിറയില്. നിനക്കാണെങ്കി കൊളപ്പള്ളി രമേശനെ കൂടെ കൂട്ടി ഇതൊക്കെ നല്ല വശമല്ലേ? താങ്ങിക്കോ. ശരത്ത് ഒന്ന് ചിരിച്ചു. അവന്റെ കയ്യിൽ ഒരു വാൾ പ്രത്യക്ഷപ്പെടുന്നത് നരസിംഹൻ കണ്ടു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.